കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് വെല്ലുവിളിയായി ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെർമൽ സ്കാനിങ്ങിൽ പുഴയ്ക്കടിയിൽ ശരീരോഷ്മാവിന്റെ സൂചനകളില്ല. രാത്രി തണുത്ത അന്തരീക്ഷത്തിൽ വീണ്ടും പരിശോധന നടത്തും. പുഴയുടെ അടിത്തട്ടിലുള്ളത് അർജുൻ ഓടിച്ച ലോറി തന്നെയെന്ന് ദൗത്യസംഘം സ്ഥിരീകരിച്ചു. ഐബോട്ട് പരിശോധനയിൽ 3 ലോഹ ഭാഗങ്ങളുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ലോറിയുടെ ക്യാബിൻ ഏതെന്ന് വ്യക്തമല്ല. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാളെ ലോറി ഉയർത്താനും ആലോചനയുണ്ട്. ദൗത്യസംഘം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഷിരൂരിൽ നിന്ന് ഷഫീദ്, പേമാരി എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിശക്തമായ മഴ അവിടെ പെയ്യുകയാണ്. ഇന്നലെയും ഇതുപോലെ തന്നെ നമ്മുടെ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ പെരുമഴ വരുന്നു. എല്ലാം അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരുന്നു. ഇന്നും അത് തന്നെയാണോ സംഭവിക്കുന്നത് അവിടെ? വിജയകുമാർ, അത് തന്നെ, അതായത് പതിവ് പോലെ തന്നെ, അതായത് ഇന്നലെയും ആവർത്തിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇന്നും വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി ഈ ഉച്ചയ്ക്ക് 2 മണിയോട് ഈ കാർമേഘങ്ങൾ ഈ മലകൾക്ക് മുകളിൽ ഉരുണ്ടുകൂടുന്നു. 4 മണിയോടുകൂടി കനത്ത മഴ, വലിയ കാറ്റ്, അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസവും ഇത് തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്ന് വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചൊരു ദിവസത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ചില നിരാശകളുടെ ഫലങ്ങൾ, നിരാശകളുടെ സൂചനകളാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു തീവ്രത കാണാൻ കഴിയും. വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് കുറച്ചകലെയാണ്. പക്ഷേ അവിടെ ആളൊഴിഞ്ഞിരിക്കുന്നു. ഈ അപകട മേഖലയിൽ കാര്യമായ തിരച്ചിൽ നടപടികൾ ഇപ്പോൾ നടക്കുന്നില്ല. സ്ക്യൂബ ടീം അവരുടെ ഡിങ്കി ബോട്ടിൽ ഒരു പരിശോധനയ്ക്ക് അവസാന ഘട്ടത്തിൽ കുറച്ചു മുൻപ് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ ഏതാണ്ട് അവരും പൂർണ്ണമായും അവിടെ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഡ്രോൺ പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന ഇന്ദ്രബാബു സാറിന്റെ അറിയിപ്പും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ഇന്ന് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ 3 സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തു. അതായത് മെറ്റൽ പ്രസൻസ് ഉള്ള, ലോഹ സാന്നിധ്യമുള്ള 3 സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തു. അതിൽ 2 സ്പോട്ടുകളിൽ ഇതിനോടകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. 2 സ്പോട്ടുകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ബോഡി ഹീറ്റ്, അതായത് ശരീര ഊഷ്മാവ് ഉള്ള ഒരു സജീവമായ ഒരു ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ടില്ല. അത് നമുക്ക് കുറച്ച് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം 3ാമത്തെ സ്പോട്ടിൽ ഇനിയും പരിശോധന നടത്തണം എന്നുള്ളൊരു സൂചന കൂടി ഇന്ദ്രബാബു സാർ അവിടെ നമുക്ക് വിവരമായി കൈമാറുന്നുണ്ട്. ഏതായാലും താൽക്കാലികമായി ആ പരിശോധന അവസാനിപ്പിച്ചു. ഈ പേമാരിയിൽ, ഈ കൊടുങ്കാറ്റിൽ ആ ഡ്രോൺ പരിശോധന സാധ്യമാകില്ല. കാരണം ഡ്രോണിന് നനവുണ്ട് എന്ന ഒരു സ്നാഗ് ഉണ്ട് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറത്തുക, അല്ലെങ്കിൽ ആ പറത്തിയതിനു ശേഷം അത് സ്റ്റേബിളാക്കി നിർത്തുക, അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുക, ഇതൊന്നും ഈ ഘട്ടത്തിൽ ഗംഗാവാലി നദിയുടെ മുകളിൽ നടക്കില്ല. അത്രയ്ക്കധികം കാറ്റുണ്ട്, മഴയുണ്ട്. മുകളിൽ ആ മലയ്ക്ക് മുകളിൽ നിന്നൊരു പക്ഷേ കുത്തി ഒലിച്ച് കലങ്ങി മറിഞ്ഞ് ഗംഗാവലി നദി ഒഴുകുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിരച്ചിൽ, രക്ഷാപ്രവർത്തനം അതിന്ന് സാധ്യമല്ല എന്ന് നേവിയുടെ സംഘം 2 വട്ടവും പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞതാണ്. ഡീപ്പ് ഡൈവിംഗ് പോയിട്ട് ഡൈവിങ്ങിന് പോലും സാധ്യമായ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്ന് നേവി അവരുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അടിയൊഴുക്കിൽ മാറ്റമില്ല. ജലനിരപ്പ് ഉയരുന്നു. അതടക്കം ഒരു നെഗറ്റീവ് സൂചനയാണ്, തടസ്സമാണ്, രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നിനി തിരച്ചിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. അടുത്ത വഴി എന്താണ്? അതായത് ഇന്ന് നമുക്ക് കിട്ടിയ ഓൾ ഓവർ റിസൾട്ടിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഒരു സഡൻ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വഴി എന്താണ് എന്നുള്ള കാര്യം അത് ദൗത്യസംഘത്തിന്റെ, ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൗത്യസംഘത്തെ അല്പസമയത്തിലുള്ള മാധ്യമങ്ങളെ കാണും. അതിനുമപ്പുറത്തേക്ക് അവർ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഒരു യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ നേവി ഉദ്യോഗസ്ഥരുടെയും റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ അവരുടെ ഒരു അഭിപ്രായങ്ങൾ കേട്ട ശേഷം ഒരു പക്ഷേ നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു സൂചന മാത്രമാണ്, ലോറി ഡയറക്റ്റ് ഉയർത്തിയെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഷഫീദ്, ഒരു കാര്യം ഇതിൽ വ്യക്തത വരുത്തേണ്ടത്, നേരത്തെയും ഷഫീദ് അത് സംസാരിച്ചാണ്, ഈ എന്താണ് മനുഷ്യ ഊഷ്മാവിന്റെ അല്ലെങ്കിൽ തെർമൽ സ്കാനിങ്ങിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനം, അത് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ദ്രബാലൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഏതെങ്കിലും ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് ഉചിതമാവില്ല. ഔദ്യോഗികമായി സാങ്കേതിക തികവാർന്ന വിവരങ്ങൾ അതത് മേഖലയിലെ പ്രഗത്ഭർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അദ്ദേഹം അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടോ ആ വിഷയത്തിൽ? നിലവിൽ അദ്ദേഹം നമ്മളോട് കൈമാറിയിരിക്കുന്നത് ഈ 2 കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഈ തെർമൽ സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഡ്രോൺ പരിശോധന നടത്തിയപ്പോൾ, അല്ലെങ്കിൽ തെർമൽ സാങ്കേതിക വിദ്യ വെച്ച് പരിശോധന നടത്തിയപ്പോൾ അവർക്കൊരു ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം, അല്ലെങ്കിൽ ബോഡി ഹീറ്റ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന സിഗ്നലുകൾ തിരിച്ച് ലഭിച്ചിട്ടില്ല. അത് മാത്രമാണ്. അവിടെയും 2 സ്ഥലങ്ങൾ മാത്രമാണ് പരിശോധിച്ചത്. 3ാമത്തെ ഒരു സ്ഥലം പരിശോധിക്കാനുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ വിദഗ്ധർ തന്നെ ഇക്കാര്യം വിശദീകരിക്കുമെന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ഇപ്പോൾ അനുമാനങ്ങളില്ല. പകരം നമ്മളിപ്പോൾ പറയുന്നത് തിരിച്ചടികൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചെറിയ നിരാശകളുടെ സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു റിസൾട്ട്
ഉണ്ടാകുമെന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. സ്ക്യൂബ ടീമും അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഡ്രോൺ പരിശോധനാ സംഘവും താൽക്കാലികമായി ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള നീക്കം ആ വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്കറിയാൻ കഴിയുക. ഏതായാലും ചില നിർണായക വിവരങ്ങൾ അത് ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. അത് തുടർ പരിശോധന എന്നതിനപ്പുറത്തേക്ക് ഇനി കർണാടക സർക്കാർ അടക്കം സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ കഴിയും. ഏതായാലും ഇന്ന് ലഭിച്ച അപ്ഡേറ്റുകളിൽ ഏറ്റവും പ്രധാനം അത് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ആ ഡ്രോൺ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയുമാണ്. വിജയകുമാർ. യെസ്, ഷഫീദ് തുടരുക. വളരെ പ്രധാനപ്പെട്ട വിവരം, ഈ ഡ്രോൺ പരിശോധന ഇന്ന് അവസാനിപ്പിച്ചു എന്നത് തന്നെയാണ്. അത് ആ പരിശോധനയ്ക്ക് പറ്റിയ ഒരു കാലാവസ്ഥ ഇല്ലാത്തതിനാലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് നിർണായകമാണ്. ഒരുപക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്ന് കരുതാം. എന്താണ് അടുത്ത നീക്കങ്ങൾ എന്നതും അറിയേണ്ടതുണ്ട്. ഇന്ന് ചില നിർണായക വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ നിർണായകമായ നിഗമനങ്ങളിലേക്കൊക്കെ എത്തുമെന്ന് നമ്മൾ കരുതിയ ഒരു ദിവസമാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ, ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്ക്, അതാണ് ഇന്ന് തടസ്സം നിന്നത്. നാവികസേനയ്ക്ക് അവിടെ ഒരു ഘട്ടത്തിൽ പോലും പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് സാഹചര്യം ഒരുങ്ങിയതേയില്ല എന്ന് നമ്മൾ രാവിലെ മുതൽ കണ്ടിട്ടുണ്ട്. പലതവണ അവർ ഒരു സർവേ നടത്തിയെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ വാഹനം, ലോറി, ട്രക്ക് മണ്ണിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ, ചെളിക്കടിയിൽ കുടുങ്ങിയെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ക്യാബിനിലേക്ക് പരിശോധന നടത്തുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. അതൊന്നും ഇന്നുണ്ടായിട്ടില്ല. അതൊക്കെ ഈ നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള സംഗതികളായിരുന്നു, മനുഷ്യ നിയന്ത്രണത്തിനപ്പുറത്തേക്കുള്ള സംഗതികളായിരുന്നു. പുഴയിലെ ജലപ്രവാഹം, മോശം കാലാവസ്ഥയൊക്കെ. ഷഫീദ്, ഇനി എന്ത് എന്നതിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ, ഇപ്പോൾ ഇത് ഉയർത്താനങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ അതിനും പറ്റുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ ക്രെയിനുകൾ കരയിൽ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം അത് ഉയർത്താൻ കഴിയില്ല. അതിനാണെങ്കിലും ഈ ഹുക്ക് ഈ വാഹനത്തിൽ ഉറപ്പിക്കണമെങ്കിലും താഴേക്ക് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോയി വേണം അത് ചെയ്യാൻ. ഇപ്പോഴും മഴ പെയ്തു, അതിശക്തമായ നീരൊഴുക്കാണ് അവിടെ. അപ്പോൾ ഉയർത്തുക എന്ന് പറയുമ്പോഴും അതിനും ഈ പറയുന്ന കടമ്പകളൊക്കെ കടക്കേണ്ടതുണ്ടല്ലോ. വിജയകുമാർ, ഉറപ്പായിട്ടും പ്രതിസന്ധികളും തടസ്സങ്ങളും നിരവധിയുണ്ട്. അതിൽ ഏത് തീരുമാനമെടുത്താലും അത് യാഥാർത്ഥ്യമാക്കാൻ നിരവധി സമയം, അതായത് കൂടുതൽ സമയം വേണ്ടി വരും. അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള കടമ്പകൾ അത് കടക്കേണ്ടിയും വരും. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു തരത്തിലുള്ള നീക്കത്തിനാണെങ്കിലും അത് ലോങ് ക്രെയിനുകൾ ഉപയോഗിച്ചാൽ പോലും ഒരുപക്ഷെ നമുക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യം സ്ക്യൂബ സംഘം അത് താഴേക്ക് പോകണം. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇത് ഒരു ചെളിയുള്ള സ്ഥലമാണ്. അതായത് വെറുതെ ഒരു നദിയുടെ അടിത്തട്ടിലുള്ള ഒരു കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ മണ്ണിങ്ങനെ മീലെ കാര്യമായി ഇടിഞ്ഞു താഴേക്ക് വന്നതാണ്. അതിനപ്പുറത്തേക്ക് അതൊരു വലിയ ചെളി രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നിരുന്നു. അപ്പോൾ അവിടേക്ക് സ്ക്യൂബ സംഘത്തിന് ഡൈവ് ചെയ്തെത്തുക, ഡീപ്പ് ഡൈവ് ചെയ്തെത്തുക, അതിനുശേഷം ഹുക്കിടുക, ഈ ലോറി ഉയർത്തുക, ഇതൊക്കെ ശ്രമകരമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇതിനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ക്യാബിൻ കണ്ടെത്തുക, ഇതിന് 3 സ്പോട്ടിൽ ലോഹം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെവിടെയാണ് ക്യാബിൻ എന്നുള്ളത് കണ്ടെത്തുക, അത് വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ്. അതെങ്ങനെ, അതിനി എങ്ങനെ യാഥാർത്ഥ്യമാക്കും, എങ്ങനെ അതിലേക്ക് പോകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് യോഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിനുശേഷം ആ ക്യാബിൻ കണ്ടെത്തിയാലും ഈ ലോറി 2 ഭാഗങ്ങളായി മാറിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചില വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ഔദ്യോഗികമല്ല, സ്ഥിരീകരിച്ചിട്ട് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അത് ഔദ്യോഗികമായി പറയാനും കഴിയില്ല. ഏതായാലും ആ രീതിയിലുള്ള പലതരത്തിലുള്ള ആശങ്കകൾ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെ യാഥാർത്ഥ്യമാക്കും, ആ ക്യാബിനകത്തേക്ക് നീങ്ങി പോകാൻ കഴിയുമോ, ഈ 3ാമത്തെ സ്പോട്ടിൽ കൂടി പരിശോധന നടത്തണം. ആ 3ാമത്തെ സ്പോട്ടിലെ പരിശോധന അത് നടത്താൻ വേണ്ടി കാലാവസ്ഥ അനുവദിച്ചില്ല. കാലാവസ്ഥ തിരിച്ചടിയായി, വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഏതായാലും വീണ്ടും അന്തരീക്ഷം തെളിയുകയാണ്. ശിരൂരിൽ മഴ കുറച്ച് മാറുന്നു, പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ മാറിയെന്ന് നമുക്ക് പറയാനും കഴിയില്ല. വളരെ പെട്ടെന്നാണ് ഇവിടെ മഴ പെയ്യുന്നത്. അപ്പോൾ മഴ വളരെ വേഗത്തിൽ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഉണ്ടോ, അതല്ലെങ്കിൽ ഇന്നിനി ഈ നീക്കത്തിലേക്ക് കടക്കണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ തീരുമാനിക്കും. അതിനുശേഷം അത് മാധ്യമപ്രവർത്തകരെ അറിയിക്കും. ഏതായാലും ഇന്നൊരു വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അത് നമുക്ക് കുറച്ച് മിനിറ്റുകൾക്കകം അറിയാൻ കഴിയും. വിജയകുമാർ, നാവികസേനയുടെ തെരച്ചിൽ അവസാനിപ്പിച്ചു. അവരുടെ ബോട്ടുകൾ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒടുവിൽ നടത്തിയ ഡ്രോൺ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരം വിവരങ്ങളാണ് ഈ ഘട്ടത്തിലും വരുന്നത്. ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത്, നാളെ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. അതായത് നാളെയും ഇതിന് സമാനമായ കാലാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക എന്ന് തന്നെയാണ്. ഉത്തര കന്നഡ ജില്ലയിൽ ആകെ ഓറഞ്ച് അലേർട്ടാണ്. ഷിരൂർ ഉൾപ്പെടുന്ന മേഖലയിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ മഴയ്ക്ക്, അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം
കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് രാത്രി കനത്ത മഴ പെയ്താൽ ഇനി പുഴയിൽ വീണ്ടും ജലപ്രവാഹം ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒക്കെ മഴ പെയ്താലും, ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്താലും ഇതേ അവസ്ഥ തന്നെയാകും ഉണ്ടാവുക. രക്ഷാപ്രവർത്തനം അതുകൊണ്ട് തന്നെ എത്രത്തോളം സാധ്യമാകും നാളെ എന്നറിയില്ല. എന്താണ് ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന് പറയാനുള്ളത്, രക്ഷാദൗത്യത്തിൽ ഭാഗമായ സേനാ വിഭാഗങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത്. അവരുടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗിക വിശദീകരണങ്ങൾ ഉണ്ടാകും. അതിലേക്ക്